തിരുവൈരാനിക്കുളത്ത് ഞങ്ങളെ ഞെട്ടിച്ച അത്ഭുത സംഭവം എന്താണെന്ന് അറിയണ്ടേ? എന്റെ വളരെ കാലമായുള്ള ആഗ്രഹമായിരുന്നു തിരുവൈരാനിക്കുളം ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളത്. വർഷത്തിൽ 12 ദിവസം മാത്രമേ നട തുറക്കൂ എന്നതിനാൽ എല്ലായ്പ്പോഴും ഈ ആഗ്രഹം മാറ്റിവെക്കേണ്ടി വന്നു. എന്നാൽ ഈ വർഷം യാദൃച്ഛികമായി എറണാകുളത്തേക്ക് യാത്ര പോകേണ്ടി വന്നപ്പോൾ എന്റെ ഈ ആഗ്രഹം സഹയാത്രികനോട് പങ്കുവെക്കുകയും സമയക്കുറവുള്ളതിനാൽ പുറത്തുനിന്ന് ദർശനം നടത്താമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ തിരുവൈരാനിക്കുളത്തെത്തിയപ്പോൾ ഏകദേശം 75 വയസ്സുള്ള ഒരു വ്യക്തി ഞങ്ങളോട് കൂടെ പോകുന്നുള്ളൂ എന്ന് നിർദ്ദേശിച്ച് മുന്നിൽ നടന്നു. തുടർന്ന് ദേവസ്വം ഓഫീസ് ചൂണ്ടിക്കാണിച്ച് പാസ് വാങ്ങി അകത്ത് കയറി ദർശനം നടത്തൂ എന്ന് നിർദ്ദേശിച്ച് അദ്ദേഹം തിരക്കിൽ മറഞ്ഞു. ആധാർ കാർഡ് നിർബന്ധമാക്കിയതിനാൽ പാസ് ലഭ്യമാകുന്ന ഞങ്ങളെ ഏകദേശം 85 വയസ്സുള്ള ഒരു അമ്മ സമീപിച്ച് വെർച്വൽ ക്യൂ ടോക്കണും ആധാർ കാർഡ് ഏൽപ്പിച്ച് പാസ് വാങ്ങിത്തരാമോ മക്കളെ എന്നപേക്ഷിച്ചു. വെർച്വൽ ക്യൂ പ്രകാരം 3 പാസ് ലഭ്യമായത് ആ അമ്മയെ ഏൽപ്പിച്ചപ്പോൾ കൂടെ വന്ന 2 പേർ ക്യൂവിൽ കയറിയെന്നും 2 പാസ് നിങ്ങൾ എടുത്തുകൊള്ളാനും നിർദ്ദേശിച്ച് ആ അമ്മ തിരക്കിൽ മറഞ്ഞു. ഞങ്ങൾ ഈ പാസ് ഉപയോഗിച്ച് സർവാഭരണ ഭൂഷിതയായ തിരുവൈരാനിക്കുളത്തമ്മയെ കണ്ണിറയെ കണ്ട് ഞങ്ങളുടെ ദർശനം പൂർത്തിയാക്കി. തിരുവൈരാനിക്കുളത്തമ്മ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.